ക്രിസ്തു വചനത്തിലൂടെ ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്ന്. ഒടുവിൽ കർത്താവ് പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ട്. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, യഥാർത്ഥ ശത്രു. 2, ആത്മാവ് മാത്രമാണ് ജീവൻ നൽകുന്നത്. 3, ഒരു വെല്ലുവിളിയിലേക്ക് തുറക്കുക. കർത്താവെ, നീ ജീവനും സത്യവും നന്മയുമാണ്. അവിടുന്ന് സമാധാനവും കരുണയും കൂടിയാണ്. യേശുവേ, അവിടുന്നില്ലാതെ എനിക്ക് നല്ലതൊന്നും ചെയ്യുവാൻ കഴിവില്ല. വാസ്തവത്തിൽ ഞാൻ നന്മ ചെയ്യുമ്പോൾ എൻ്റെ പരാജയങ്ങൾക്കിടയിലും യേശു എന്നിലൂടെ പ്രവർത്തിക്കുന്നു. കർത്താവിനോട് ഒരപേക്ഷയോടുകൂടി ഈ ധ്യാനം നമുക്ക് തുടങ്ങാമെങ്കിൽ അതിപ്രകാരമാകാം. കർത്താവെ, അങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. നീ ഇന്ന് എന്നോട് ചോദിക്കുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കഠിനമാക്കാതിരിക്കട്ടെ. 1, യഥാർത്ഥ ശത്രു. യഹൂദന്മാരുമായുള്ള പൂർണ്ണബോധ്യത്തോടുകൂടിയുള്ള സംഭാഷണത്തിൽ യേശുവിനെ ഇന്ന് നാം കാണുന്നു. അവർ ഒരേ വിഷയം ചർച്ച ചെയ്യുന്നതായി തോന്നുന്നു, മരണം. എന്നാൽ വാസ്തവത്തിൽ അവർ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത ധാരണകളെ പരാമർശിക്കുന്നു. യഹൂദന്മാർ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഭൗതികമായ രീതിയിലാണ്. അതേസമയം യേശു അതിനെ ആത്മീയമായി സംസാരിക്കുന്നു. മുമ്പത്തേതിനേക്കാൾ വലിയ അനന്തരഫലമായ മരണത്തെക്കുറിച്ചുള്ള വിവരണത്തോടെ. ഗുരുതരമായ പാപത്തിൻ്റെ അനന്തരഫലമായ ആത്മീയ മരണത്തിൻ്റെ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് ക്രിസ്തു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ടാണ് യേശു മുന്നറിയിപ്പ് നൽകിയ ആത്മീയ മരണമായ നിത്യ മരണത്തിൽ നിന്ന് മോചിതരാകാൻ വിശുദ്ധരുടെ ആരാധനാലയത്തിൽ സഭ പരമ്പരാഗതമായി പ്രാർത്ഥിക്കുന്നത്. നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മയുടെ എല്ലാ രൂപങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന, തപസ്, ദാനധർമ്മം എന്നിവയുടെ പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും നാം ക്രിസ്തുവിൻ്റെ മരണത്തെയും നമ്മുടെ മരണത്തെയും ധ്യാനിക്കേണ്ടതുണ്ട്. ഞാൻ മരിക്കേണ്ടത് എപ്രകാരമാണ്, എവിടെയാണ്? പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തും, നാം പാപത്തിൽ മരിച്ച് ക്രിസ്തുവിൻ്റെതാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. 2, ആത്മാവ് മാത്രമാണ് ജീവൻ നൽകുന്നത്. യേശുവിനോട് സംസാരിക്കുന്നവർക്ക് ഒരിക്കലും അവൻ്റെ വാക്കുകളുടെ അർത്ഥം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ തികച്ചും ഭൗതികമായ രീതിയിൽ ചിന്തിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ഇന്നത്തെ ലോകം ഭൗതികതയുടെ ആത്മാവ് എന്ന് വിളിക്കാവുന്ന തരത്തിൽ യാത്ര ചെയ്യുകയാണ്. എല്ലാത്തിനും പരിഹാരമായി അത് ഭൗതിക വസ്തുക്കളെയും മൂല്യങ്ങളെയും നോക്കുന്നു. എന്നാൽ നമ്മുടെ ഭൗതിക സമ്പത്തും സാങ്കേതിക ശേഷിയും വളരും തോറും നാം ഉള്ളിൽ ശൂന്യമാവുകയും നമ്മുടെ പാശ്ചാത്യ സംസ്കാരം കൂടുതൽ പൊള്ളയാകുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഹൂദർ ക്രിസ്തുവിനെ ഭൗതികമായി മാത്രം കാണുകയും ഭൗതികമായി മാത്രം അവരുടെ നിയമസംഹിതയെ വ്യാഖ്യാനിക്കുകയും ഭൗതിക തലത്തിൽ മാത്രം ബന്ധപ്പെടുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് യഥാർത്ഥ ക്രിസ്തുവിനെ മനസ്സിലാകാതെ പോയത്. ക്രിസ്തുനാഥൻ പറഞ്ഞതുപോലെ ആത്മാവ് മാത്രമേ ജീവൻ നൽകുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6:63. ഒരാത്മീയമോ അമാനുഷികമോ ആയ ഒരു ജീവിത രീതി സ്വീകരിക്കാനും നമ്മെയും നമ്മുടെ ലോകത്തെയും ഈ വീക്ഷണകോണിൽ നിന്ന് കാണാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൽപ്പനകളും കൂദാശകളും സഭയുടെ പഠനങ്ങളും വിശുദ്ധ വചനങ്ങളും
നാം ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്കാകണം. 3. ഒരു വെല്ലുവിളിയിലേക്ക് തുറക്കുക. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും കണ്ണുകളെ ആത്മീയ തലത്തിലേക്ക് ഉയർത്താനുള്ള യേശുവിൻ്റെ വെല്ലുവിളി കടുത്ത എതിർപ്പിനെ നേരിടുന്നു. വാസ്തവത്തിൽ അവൻ്റെ ശ്രോതാക്കൾ അവനെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നു. ഉയരങ്ങളിലേക്ക് പോകാൻ ക്രിസ്തു എപ്പോഴും നമ്മെ വെല്ലുവിളിക്കുന്നു. തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായാണ് അവൻ ഇത് ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ജീവിതത്തിലെ ഈ ആത്മീയ ക്രിസ്തു വെല്ലുവിളിയോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? യഹൂദർ ചോദിക്കുന്നത്, ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹാത്തെ കണ്ടുവന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. പ്രിയമുള്ളവരെ, യേശുവുമായി ഒരു സംഭാഷണം നാം നടത്തുന്നത് നല്ലതാണ്. കർത്താവെ, എൻ്റെ രാത്രിയുടെ നിശബ്ദതയിൽ നീ സംസാരിച്ചു. നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ഇഷ്ടം കൊത്തിവച്ചിരിക്കുന്നു. നീ സംസാരിച്ചതിനാൽ എനിക്ക് അറിയാവുന്ന ഒരിഷ്ടം അങ്ങയോടുണ്ട്. അത് അങ്ങയുടെ കൽപ്പനകളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, അങ്ങയുടെ ഉപദേശമനുസരിച്ച് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് എൻ്റെ പ്രതീക്ഷകളെ ഉയർത്തണമേ. യേശുവിൻ്റെ നിയമവും സ്നേഹവും ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.